ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു പർച്ചേസിംഗ് വീഡിയോ കണ്ടാലോ? ഇന്നലെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, പെണ്ണെ നീ എവിടാണോ പോണത്, എവിടാണ്, നാട്ടിലല്ലേ, വീട്ടിലാണോ, കൂട്ടിലാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇന്നലെ എറണാകുളം ബ്രോഡ്വേയിൽ ഉണ്ടായിരുന്നു. എന്റെ ബിസിനസിന്റെ ഭാഗമായിട്ട് കുറച്ച് വസ്ത്രങ്ങൾ പർച്ചേസ് ചെയ്യണമായിരുന്നു. അപ്പൊ അങ്ങനെ പോയതാ. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ 2 മണി. അപ്പൊ നേരെ പോയിട്ട് ഒരു സദ്യ അങ്ങ് അടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ടൈം ഒരുപാടുണ്ടായിരുന്നു. കാരണം വൈകിട്ട് 7:15 വന്ദേ ഭാരതിനായിരുന്നേ നാട്ടിലേക്ക് പോകേണ്ടത്. അപ്പൊ പിന്നെ നേരെ പിന്നുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലുലു മാൾ ആണല്ലോ. അങ്ങനെ ലുലു മാളിൽ പോയി കറങ്ങി അടിച്ചു നടന്നു. പ്രത്യേകിച്ച് ഒരു ഗുണവും മണവും ഒന്നും ഇല്ല, പ്രത്യേകിച്ചൊന്നും വാങ്ങിയതുമില്ല. തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെ ഞാൻ ഒരു ഡെസേർട്ട് കഴിച്ചിരുന്നു, അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ചോദിക്കാൻ മറന്നുപോയി, എന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? ഷീമാട്ടി എന്നാണ് കേട്ടോ, കുറച്ച് ഒരു 2 വർഷത്തെ പഴക്കമുണ്ട്. പക്ഷെ എന്തോ എനിക്ക് ഈ കോസ്റ്റ്യൂം ഭയങ്കര ഇഷ്ടമാണ്. എന്തോ ഒരു സ്റ്റൈൽ ഉണ്ടല്ലേ എന്തെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ തേരാപ്പാര നടന്നു. പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഈ സിംഗിൾ ലൈഫിന്റെ ഒരു ഒരു ഗുണവും ഇതൊക്കെ തന്നെയാണ്. നമുക്ക് ആരോടും ചോദിക്കാൻ വേണ്ട, പറയാൻ വേണ്ട, സ്വന്തം ഇഷ്ടത്തിന് പോവുക വരിക, അത്രയൊക്കെ തന്നെയല്ലേ ഉള്ളൂ. അപ്പോ ബിസിനസ് തുടങ്ങുന്നതിന്റെ സന്തോഷം ഒരുപാടുണ്ടായിരുന്നു. പിന്നെ യാത്ര നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും ഞാൻ എൻജോയ് ചെയ്ത് തന്നെയാണ് നടന്നത്. പിന്നെ പിന്നെന്താ പറയണ്ടേ, അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് മെട്രോയിലേക്ക് വന്നു. മെട്രോയിൽ കയറി, അവിടുന്ന് മെട്രോയിൽ നിന്ന് ഇറങ്ങി ഓട്ടോയിൽ കയറി ബ്രോഡ്വേയിൽ പോയി വെച്ചിരുന്ന കടയിൽ നിന്നൊക്കെ സ്റ്റോക്ക് എല്ലാം തിരിച്ചെടുത്തു. എന്നിട്ട് നേരെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോ അടാറ് മഴ എന്ന് പറഞ്ഞാലും പോരാ. ഞങ്ങൾ വിചാരിച്ചു വാങ്ങിയ സാധനങ്ങളെല്ലാം നനഞ്ഞു പോകുന്നു, പക്ഷെ ഒന്നും നനഞ്ഞില്ല. അങ്ങനെ കാത്തിരുന്ന് ഇതാ വന്ദേ ഭാരത് വന്നിരിക്കുന്നു. വന്ദേ ഭാരതിൽ കയറി വീട്ടിലേക്ക് വന്നു. അപ്പൊ ടാറ്റാ.